ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. നമുക്ക് കോഡുകളുടെ ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ ചാപ്റ്ററിലെ ഭാഗം പഠിച്ചാലോ മക്കളെ? ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്നതിലെ നമ്മുടെ ഹിമാലയത്തിന്റെ റീജിയണൽ ഡിവിഷൻ, പ്രാദേശിക വിഭാഗങ്ങൾ. അതിന് മൂന്നായിട്ടാണ് തരം തിരിച്ചിട്ടുള്ളത്. വെസ്റ്റ് ഭാഗത്തില് പടിഞ്ഞാറ് ഭാഗത്തില് വെസ്റ്റേൺ ഹിമാലയ, പടിഞ്ഞാറൻ ഹിമാലയം. ഈസ്റ്റ് ഭാഗത്തില് കിഴക്ക് ഭാഗത്തില് ഈസ്റ്റേൺ ഹിമാലയ, കിഴക്കൻ ഹിമാലയം. അങ്ങനെ രണ്ടിന്റെയും സൈഡിൽ കിടക്കുന്ന അല്ലെങ്കിൽ രണ്ടിന്റെയും നടുവിൽ കിടക്കുന്ന ആക്ച്വലി മധ്യ ഹിമാലയം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഹിമാലയം. അതെല്ലാം നമുക്ക് ഡൗട്ട് വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അതിന് എന്ത് ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ബേസ് ഓൺ ദ റിവേഴ്സ്, അതിലൂടെ പോകുന്ന നദികളെ ബേസ് ചെയ്തിട്ടാണ് മക്കൾ. അതിന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഇൻഡസിന്റെയും കാളിയുടെയും ഇടയിലാണ് വെസ്റ്റേൺ ഹിമാലയം വരുന്നത്. അതേസമയം കാളിയുടെയും ടീസ്തയുടെയും ഇടയിലാണ് സെൻട്രൽ ഹിമാലയം, മധ്യ ഹിമാലയം വരുന്നത്. ടീസ്തയുടെയും അതുപോലെ ബ്രഹ്മപുത്രയുടെയും ഇടയിലാണ് നമ്മുടെ ഈസ്റ്റേൺ ഹിമാലയ അഥവാ കിഴക്കൻ ഹിമാലയ വരുന്നത്. ഇതിനെ പഠിക്കാൻ ഏറ്റവും നല്ല കോഡ് എന്ന് പറയുന്നത് ഇതാ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി സിന്ധുവും കാളിയും കൂടെ പിസ്ത കഴിക്കാൻ ബ്രഹ്മപുത്രയിൽ പോയി എന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓർഡർ എങ്ങനെ പഠിച്ചോണ്ടേ? സിന്ധുവും കാളിയും കൂടെ പിസ്ത കഴിക്കാൻ ബ്രഹ്മപുത്രയിൽ പോയി. അപ്പൊ ഇനി നമ്മൾ ആ ഓർഡർ തന്നെ ആലോചിക്കുക. സിന്ധുവിന്റെയും കാളിയുടെയും ഇടയിൽ ഫസ്റ്റ് വരുന്നു വെസ്റ്റേൺ ഹിമാലയ, കാളിയും കൂടെ പിസ്ത കഴിക്കാൻ, അപ്പൊ കാളിയുടെയും പിസ്തയുടെയും ഇടയിൽ അഥവാ ടീസ്തയുടെയും ഇടയിൽ ഏതാണ്? സെൻട്രൽ ഹിമാലയ. പിസ്ത കഴിക്കാൻ ബ്രഹ്മപുത്രയിൽ പോയി. ടീസ്തയുടെയും ബ്രഹ്മപുത്രയുടെയും ഇടയിലാണ് ഈസ്റ്റേൺ ഹിമാലയ. സോ ഈ ഒരു കോഡ് പഠിച്ചു വെച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് മനസ്സിലാക്കി വെക്കാൻ പറ്റും. സോ കോഡ് എന്താണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തോടാ.